ഹായ്, എല്ലാവർക്കും സോണി ഫോർ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് പൂച്ചെടികളുടെ വിത്ത് കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെ മുളപ്പിച്ചെടുക്കാം എന്നതിനെ കുറിച്ചാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഈ 4 പൂച്ചെടികളുടെ വിത്തുകളാണ് നമ്മൾ നടാൻ പോകുന്നത്. അതിന് സാധാരണ ചെയ്യുന്ന പോലെ ചട്ടിയെടുത്ത് അതിൽ വെള്ളം വാർന്നു പോകാൻ ഹോളിടുക ആദ്യമായിട്ട്. അതേപോലെ 4 ചട്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ 4ത്തിലും ഹോളിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓടിൻ്റെ പൊട്ടോ അല്ലെങ്കിൽ കല്ലുകളോ എന്തെങ്കിലും ഇട്ട് നല്ലപോലെ ആ ഹോള് അടച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഒഴിച്ചെടുക്കുന്ന വെള്ളം അതിൽ കെട്ടിക്കിടക്കാണ്ട് പെട്ടെന്ന് വാർന്നു പോകാൻ സഹായിക്കും. അതിനുശേഷം നമ്മൾ വിത്ത് നടാനുള്ള പോട്ടി മിക്സ് എടുക്കാം. ഇത് എല്ലാം കൂടിയും ചേർന്ന ഒരു പോട്ടി മിക്സാണ്. 5 കിലോൻ്റെ പാക്കാണ്. ഇതിൽ ചകിരിച്ചോറ്, ജൈവവളം, ചാണകപ്പൊടി, പെർലൈറ്റ്, ഹ്യൂമിക് ആസിഡ്, മൈക്രോ ന്യൂട്രിയൻസ്, വേപ്പിൻ പിണ്ണാക്ക് എന്നിവയാണ് ഇതിൽ ഉള്ളത്. ഇതിൽ ഞാൻ പകുതി മണ്ണും പകുതി നമ്മുടെ പോട്ടി മിക്സുമാണ് എടുത്തത്. അതായത് 50:50 എന്ന കണക്കിന് ഇത് രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ഈ മിക്സ് ചെയ്ത ഈ പോട്ടി മിക്സിലേക്കാണ് നമ്മൾ വിത്തുകൾ പാകി കൊടുക്കാൻ പോകുന്നത്. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചട്ടിയുടെ പകുതി വരെ നമ്മൾ മണ്ണും പോട്ടി മിക്സ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. പകുതി ചട്ടി നിറച്ച ശേഷം ഞാൻ അതിലേക്ക് വീണ്ടും കുറച്ചും കൂടിയും പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചും കൂടി ഈർപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പോട്ടി മിക്സ് ഇട്ട ശേഷം അത് കൈ കൊണ്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് ആക്കിയിട്ട് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു മണ്ണിന് ഒരു ചെറിയൊരു ബലം കിട്ടുന്ന ലെവലിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചട്ടിയിൽ നിറച്ച മണ്ണിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ പോട്ടി മിക്സ് ഇട്ട് 4 ചട്ടിയിലും ഇതേപോലെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചെടുക്കാം. നമ്മളിട്ട പോട്ടി മിക്സ് ഇളകാത്ത രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. നടാൻ പോകുന്ന വിത്ത് ഒരു 15 മിനിറ്റ് നേരം വെയിലത്ത് വെച്ച് എടുത്ത ശേഷമാണ് നമ്മൾ വിത്ത് നടാൻ പോകുന്നത്. നമ്മൾ നനച്ച് വെച്ച പോട്ടി മിക്സിൻ്റെ മുകളിലേക്ക് നമ്മൾ വിത്ത് പാകി കൊടുക്കാം. ഒന്നിച്ചിടാതെ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും വിത്ത് ആവുന്ന രീതിയിൽ വേണം പാകി കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ 4 ചട്ടിയിലും വിത്തുകൾ പാകിയിട്ടുണ്ട്. ഇനി ഈ വിത്ത് പാകിയതിന് മുകളിലേക്ക് നമ്മൾ വീണ്ടും കുറച്ചും കൂടി നമ്മുടെ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. അത് വിത്ത് കാണാത്ത രീതിയിൽ ആ പോട്ടി മിക്സ് നമുക്ക് വിത്തിൻ്റെ മുകളിൽ കൂടെ വിതറി കൊടുക്കാം.
ഇനി ഇത് വീണ്ടും ഒന്നും കൂടി നനച്ചു കൊടുക്കണം. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് സാഫാണ്. ഈ 2 ലിറ്റർ വെള്ളത്തേക്ക് ഞാൻ കുറച്ച് സാഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സാഫ് നല്ലൊരു ഫംഗസൈഡാണ്. എന്നിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നേരിട്ട് വെള്ളം ഒഴിക്കണാട്ട് നല്ലത് ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നനച്ചു കൊടുക്കുകയായിരിക്കും നല്ലത്. ഇങ്ങനെ സാഫ് കലക്കിയിട്ട് സ്പ്രേ ചെയ്യണം എന്നില്ല. നമ്മൾ പോട്ട് മിക്സും മണ്ണും കൂടി കുഴച്ച സമയത്ത് ലേശം സാഫ് ചേർത്ത് കൊടുത്താലും മതിയാകും. നമ്മൾ വിത്ത് പാകിയ 4 ചട്ടിയും നനച്ച ശേഷം നമുക്ക് ഇതൊരു വായു കയറാത്ത രീതിയിൽ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടി വയ്ക്കണം. ഇത് നമ്മൾ 4 ചട്ടിയും പ്ലാസ്റ്റിക് കവറിൽ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 ദിവസം കഴിഞ്ഞ് നോക്കാം. ഇത് 3 ദിവസം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ വിത്തുകൾ നട്ട ചട്ടിയുടെ വീഡിയോ ആണ്. ഇതിൽ നമുക്ക് വിത്തുകൾ എല്ലാം മുളച്ച് കിട്ടിയിട്ടുണ്ട്. ഒരുവിധം എല്ലാം വിത്തും മുളച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചട്ടിയിലും അതേപോലെ തന്നെ വിത്തുകളൊക്കെ മുളച്ചിട്ടുണ്ട്. മൂന്ന് ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ വിത്തുകളെല്ലാം മുള വന്നിട്ടുണ്ട്. ഇനി ഇതൊരു തണലത്തേക്ക് വെച്ച് ഇത് വളർത്തിയെടുക്കാവുന്നതാണ്. കുറച്ചും കൂടി വലുതാകുമ്പോൾ ഇത് മാറ്റി നടുകയോ അല്ലെങ്കിൽ ഈ ചട്ടിയിൽ തന്നെ നമ്മുടെ ബാക്കി കുറച്ചും കൂടി പോട്ടി മിക്സൊക്കെ ചേർത്ത് വളം കൊടുത്ത് ഇതിനെ വളർത്തിയെടുക്കാവുന്നതാണ്.